നമ്മൾ ക്യൂബോയിഡിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ മെൻസുറേഷൻ 3D ഇല്ലേ, അതിലെ ഫസ്റ്റ് ക്ലാസ് ആണത്. ഫസ്റ്റ് ടോപ്പിക് ക്യൂബോയിഡ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ക്യൂബോയിഡ്? നിങ്ങളിരിക്കുന്ന റൂം ഒന്ന് നോക്ക്. ഇതിന് ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെയുള്ള ഒരു 3D ഫിഗറിനെയാണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്. നിങ്ങളിരിക്കുന്ന റൂം ഒരു ക്യൂബോയിഡാണ്, ഒരു ബ്രിക്ക് ക്യൂബോയിഡാണ്, ഒരു ബോക്സ് ക്യൂബോയിഡാണ്. ഇതെല്ലാം ക്യൂബോയിഡിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ഒരു ക്യൂബോയിഡിന് എത്ര ഫേസ് ഉണ്ട്? ഇപ്പൊ നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിന് തൊട്ട് ഫ്രണ്ടിൽ ഒരു വോൾ ഉണ്ടാവും, അതേപോലെ ബാക്കിലും ഒരു വോൾ ഉണ്ട്. ഇപ്പൊ രണ്ടായി, ലെഫ്റ്റ് സൈഡിൽ ഒരു വോൾ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു വോൾ ഉണ്ട്, അതിനൊരു റൂഫ് ഉണ്ട്, ഒരു ഫ്ലോർ ഉണ്ട്, മൊത്തം 6. അപ്പൊ ഒരു ക്യൂബോയിഡിന് 6 ഫേസ് ആണുള്ളത്. ഓക്കെ, ഇനി ഇതിന് എത്ര എഡ്ജ് ഉണ്ട്? നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിന് തൊട്ട് ഫ്രണ്ടിൽ വരുന്ന വോളിന് 4 സൈഡുണ്ട്, അതേപോലെ ബാക്കിൽ വരുന്ന വോളിനും 4 സൈഡുണ്ട്. 4 4 8. ലെഫ്റ്റ് സൈഡിൽ വരുന്ന വോളിന് 4 സൈഡുണ്ട്. ഇതിൽ 2 നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തു. അപ്പോൾ 8 2 10. അതേപോലെ റൈറ്റ് സൈഡിലും 2, 10 2 12. അപ്പോൾ ഒരു ക്യൂബോയിഡിന് 12 എഡ്ജാണുള്ളത്. ഒരു ക്യൂബോയിഡിന് എത്ര വേർട്ടെക്സ് ഉണ്ട്? ഒരു ക്യൂബോയിഡിന് 8 വേർട്ടെക്സ് ആണുള്ളത്. ഒരു ക്യൂബോയിഡിന് 4 ഡയഗണൽസ് ഉണ്ട്. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ വരുന്നത്, ഇപ്പൊ നിങ്ങളിരിക്കുന്ന റൂമിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും വലിയ വടിയുടെ ലെങ്ത് എന്ത് എന്ന് പറഞ്ഞാണ് ക്യൂബോയിഡിന്റെ ഡയഗണലിന്റെ ക്വസ്റ്റ്യൻ എക്സാമിൽ വരുന്നത്. അപ്പോൾ ക്യൂബോയിഡിന്റെ ഡയഗണൽ കാണുന്ന ഇക്വേഷൻ, ക്യൂബോയിഡിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് √L², ലെങ്ത് സ്ക്വയർ പ്ലസ് ബ്രെഡ്ത്ത് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ്. ക്യൂബോയിഡിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് √L² പ്ലസ് B² പ്ലസ് H² ആണ്. ഇനി ക്യൂബോയിഡിന്റെ വോളിയം, ക്യൂബോയിഡിന്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, LBH ആണ് ക്യൂബോയിഡിന്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ ചുറ്റിലും വരുന്ന 4 വോളിന്റെയും ഏരിയ കണ്ടുപിടിക്കണം. അതായത് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയും. അപ്പം ഒരു ക്യൂബോയിഡിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 × L+B × ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഇത് ക്വസ്റ്റ്യനിൽ വരുന്നത്, ഇപ്പൊ നിങ്ങളിരിക്കുന്ന റൂമിന് പെയിന്റ് അടിക്കണം. അതായത് നിങ്ങളിരിക്കുന്ന റൂമിന്റെ 4 വോളിനും പെയിന്റ് അടിക്കണം. അപ്പൊ അതിന് എത്ര കോസ്റ്റ് വരും എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. അപ്പം ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 × L+B × H. ഇനി ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ 4 വോളും പിന്നെ അതിന്റെ റൂഫും ഫ്ലോറും ചേർത്തുള്ള ഏരിയ. ക്യൂബോയിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 × LB പ്ലസ് LH പ്ലസ് BH ആണ്. ഓക്കെ, അപ്പൊ ക്യൂബോയിഡിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 × L+B × H. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 × LB പ്ലസ് LH പ്ലസ് BH. ഇനി ചില സമയത്ത് ലെങ്തിന്റെയും ബ്രെഡ്ത്തിന്റെയും ഹൈറ്റിന്റെയും സമ്മും ഡയഗണലും തരും. അങ്ങനെയുള്ള സമയത്ത് ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ലെങ്തിന്റെയും ബ്രെഡ്ത്തിന്റെയും ഹൈറ്റിന്റെയും സമ്മ് തന്നിട്ടുണ്ട്, ഡയഗണലിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പം സം ഓഫ് ആൾ സൈഡ് ഇതിന്റെ സ്ക്വയർ മൈനസ് ഡയഗണൽ ഇതിന്റെ സ്ക്വയർ ചെയ്താൽ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്യൂബോയിഡിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ളത്. നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the dimensions of a cuboid are 16 cm, 18 cm and 24 cm. Find volume. Okay, അവർ പറയുന്നത് ഒരു ക്യൂബോയിഡിന്റെ ഡയമെൻഷൻസ് 16 cm, 18 cm, 24 cm ആണ്. നമ്മൾ അതിന്റെ വോളിയം കണ്ടുപിടിക്കണം. വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. എന്ന് വെച്ചാൽ 16 × 18 × 24. 16 × 18, 16 × 10 160, 16 × 8 6 48, 8 4 12, 8 288 കിട്ടും. 288 × 20 16 ഇഷ്ടമാണ്, 17 ഇഷ്ടമാണ്,
5 288 ഇൻറ്റു 4 32 ഇഷ്ടം 3 1152 11 9 69 ആണ് ഈ ക്യൂബോയിഡിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Find the length of the longest pole that can be placed in a room 30 meter long, 24 meter broad and 18 meter height. Okay, ഒരു പറയുന്നത് 30 meter ലെങ്തും 24 meter ബ്രെഡ്ത്തും 18 meter ഹൈറ്റും ഉള്ള ഒരു റൂമിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പോൾ, വടിയുടെ ലെങ്ത്, അതായത് ആ ക്യൂബോയിഡിന്റെ ഡയഗണൽ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതായത് √L² പ്ലസ് ബ്രെഡ്ത്ത് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. 30 സ്ക്വയർ 900 പ്ലസ് 24 സ്ക്വയർ 16 ഇഷ്ടമാണ് 17 ഇഷ്ടം 576 പ്ലസ് 864 ഇഷ്ടം 16 324. അതായത് √6 4 10 ഇഷ്ടം 1 7 3 10 ഇഷ്ടം 1 10 10 15 18. ഓക്കെ, √1800 കിട്ടും എന്ന് വെച്ചാൽ √900 ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ, √900 എന്ന് പറയുന്നത് 30 ആണ്. 30√2 എന്ന് കിട്ടും ആ ക്യൂബോയിഡിന്റെ ഡയഗണൽ, അല്ലെങ്കിൽ ആ റൂമിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പോളിന്റെ ലെങ്ത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, the sum of length, breadth and height of a cuboid is 25 cm and its diagonal is 15 cm long. Find the total surface area. Okay, അപ്പോൾ 3 സൈഡിന്റെയും സമ്മും ഡയഗണലും തന്നാൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ സം ഓഫ് ആൾ സ്ക്വയർ മൈനസ് ഡയഗണൽ സ്ക്വയർ എന്ന് ചെയ്താൽ മതി. അപ്പോൾ സം ഓഫ് ഓൾ സൈഡ് എന്ന് പറയുന്നത് 25 ആണ്. 25ന്റെ സ്ക്വയർ മൈനസ് ഡയഗണൽ 15 ആണ്. 15 സ്ക്വയർ 25ന്റെ സ്ക്വയർ 625, 15ന്റെ സ്ക്വയർ 225, 004 400 ആ ക്യൂബോയിഡിന്റെ ഡയഗണൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. A rectangular sheet of metal is 80 meter by 30 meter. Equal pieces of side 8 meter are cut off at the corners and the remainder is folded up to form an open rectangular box. Find the volume. Okay, ഇത് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള മെറ്റൽ ഷീറ്റ് ഉണ്ടായിരുന്നു. ഇതിന്റെ ലെങ്ത് 80 മീറ്ററും ബ്രെഡ്ത്ത് 30 മീറ്ററുമാണ്. ഓക്കെ, ഈ ഷീറ്റിന്റെ 4 കോർണറിൽ നിന്നും 8 മീറ്റർ ലെങ്തും ബ്രെഡ്ത്തും ഉള്ള, അതായത് സ്ക്വയർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ മെറ്റൽ പീസിനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു ഓപ്പൺ റെക്ടാങ്കുലർ ബോക്സ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ആ ബോക്സിന്റെ വോളിയം എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇവിടം മുതൽ ഇവിടം വരെ 18 മീറ്റർ ആയിരുന്നു, പക്ഷെ ഇവിടുന്ന് 8 പോയി, അതേപോലെ ഇവിടുന്നും 8 പോയി. അപ്പൊ 18 മീറ്ററിൽ നിന്ന് 8 16 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റൽ ബോക്സിന്റെ ലെങ്ത് പിന്നെ 64 മീറ്ററേ വരുന്നുള്ളൂ. ഓക്കെ, അതേപോലെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ബ്രെഡ്ത്ത് 30 മീറ്റർ ആയിരുന്നു. ഇവിടുന്ന് 8 മീറ്റർ കട്ട് ചെയ്ത് മാറി, ഇവിടുന്ന് 8 മീറ്റർ കട്ട് ചെയ്ത് മാറി, മൊത്തത്തിൽ 16 മീറ്റർ പോകുന്നുണ്ട്. അപ്പൊ 30ൽ നിന്ന് 16 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 14 മീറ്ററേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ലെങ്തും ബ്രെഡ്ത്തും 64 മീറ്ററും 14 മീറ്ററുമായി. ഈ മെറ്റൽ ബോക്സിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 8 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഈ 8 മീറ്റർ ആയിരിക്കും അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഹൈറ്റ് 8 മീറ്റർ കിട്ടി. ക്യൂബോയിഡിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പം 64 ഇൻറ്റു 14 ഇൻറ്റു 8, 64 ഇൻറ്റു 14, 64 ഇൻറ്റു 10 640, പിന്നെ 64 ഇൻറ്റു 4 14 16 ഇഷ്ടമാണ് 25, 256, 6 5 4 9 7 8 ഇൻറ്റു 8 48 ഇഷ്ടമാണ് 72 76 7 71 71 68 ആണ്
ഈ മെറ്റൽ ബോക്സിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ക്യൂബോയിഡിൽ നിന്ന് ചെയ്യാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കോട്ട് വരാം. താങ്ക് യു.